മക്കളെ, കൂട്ടിലടക്കപ്പെട്ട കിളികളെ എന്റെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ആ കൂടൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയായിരിക്കല്ലേ, പുറത്തേക്ക് പാറി പറന്ന് പോവാൻ വേണ്ടിയിട്ട്. അതൊന്ന് തുറന്ന് കിട്ടിയാൽ മതി, എങ്ങന്നില്ലാത്ത ദൂരത്തേക്ക് അവർ പറന്നു പോവല്ലേ. ഇതുപോലെ നമ്മളും ഒരു കാലത്ത്, നമ്മൾ ഇന്ത്യക്കാരും ഒരു കാലത്ത് കൂട്ടിലടക്കപ്പെട്ടവരായിരുന്നു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരുന്ന വലിയ കൂട്ടില് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു നമ്മൾ ഇന്ത്യക്കാർ. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കാണുന്ന പോലെ യാതൊരു വിധമായ ഫ്രീഡവും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇത്തരത്തില് വളരെ ബുദ്ധിമുട്ടി ഉപദ്രവിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് ചൂഷണങ്ങൾ ചെയ്യുമായിരുന്നു ബ്രിട്ടീഷുകാർ. അങ്ങനെ ഒരുപാട് ചൂഷണങ്ങളെ നേരിട്ട് അവസാനം സഹിക്കാൻ വയ്യാതെയാവും. നമുക്കും അങ്ങനെയല്ലേ, ഒരുപാട് നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ വയ്യാതെ ആവുമ്പം നമ്മൾ എന്ത് ചെയ്യും? അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ അങ്ങ് 200 വർഷങ്ങൾക്ക് മുമ്പ്, പണ്ട് ഇന്നോ ഇന്നലെ അല്ല കേട്ടോ, പണ്ട് ഇതുപോലെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സ്വന്തമായി യാതൊരുവിധ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു, പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ ഫുള്ള് കാര്യങ്ങളും നോക്കുന്നത് മറ്റാൾക്കാരായിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു. അവരായിരുന്നു നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ അടിച്ചമർത്തുക, നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലേ. ഒരുപാട് ഇങ്ങനെ നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണേലും ഒന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം, തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരെന്ത് ചെയ്തു? ഇത് കുറേ ആയി ഇങ്ങനെ സഹിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? തിരിച്ച് പ്രതിഷേധിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് എത്തിയ, നമ്മളെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ വ്യക്തിയാണ് നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ, നമ്മുടെ മഹാത്മാഗാന്ധി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ അവർ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട ജനങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് എതിരായിട്ട്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഇന്ത്യക്കാരെന്ന നിലയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 200 വർഷക്കാലം നീണ്ടു നിന്ന് നമ്മുടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം എന്നോണം നമ്മൾ ഇന്ത്യക്കാരും നമ്മുടെ മഹാത്മാഗാന്ധിയും കൂടെ ചേർന്ന്, അതുപോലെ ഒരുപാട് സമര നായകന്മാരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒറ്റക്കെട്ടായി ഇന്ത്യ എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് നമ്മൾ നേടിയെടുത്തതാണ് 1947 ഓഗസ്റ്റ് 15 നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തു. അതോടൊപ്പം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞയച്ചു. ഇനി ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മളെ ഭരിക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. സ്വതന്ത്രമായി ജീവിക്കാം, ഇഷ്ടമുള്ള വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ നമ്മളിത് ഇനി ആഘോഷിക്കാൻ പോകുന്നത്, നമ്മൾ ഓരോ വർഷവും നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല, ഓരോ വർഷവും നമ്മൾ ഗംഭീരമായിട്ട് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പോലെ നമ്മളിത് ഈ 15-ന് ആഘോഷിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ബർത്ത്ഡേ ആണ്, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം. അപ്പൊ നമ്മൾ ഇനി ആഘോഷിക്കാൻ പോകുന്നത് നമ്മുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോകും. അപ്പൊ ഈ ഒരു അവസരത്തില് നമുക്ക് ചെറിയ ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പ്രയത്നിച്ചാണ് ഇന്ന് ഈ കാണുന്ന സ്വാതന്ത്ര്യത്തിലുള്ള ഈ ഒരു ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കടമകളുണ്ട് നമ്മുടെ ഈ ഒരു രാഷ്ട്രത്തോട്. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അവയൊക്കെ പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ നിയമങ്ങളും പാലിക്കുക, നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ ഈ ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കുക, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, അതാണ് നമുക്ക് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ, നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് എടുക്കാനുള്ള തീരുമാനം. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.